അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. എല്ലാവരും നിലമ്പൂരിലേക്ക് നോക്കുന്ന ഒരു ദിവസമാണ്. കാരണം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണമൊക്കെ നേരത്തെ ആരംഭിച്ചത് UDF ആണ്. പക്ഷേ UDFന് നേരാവണ്ണം പ്രചരണം തുടങ്ങാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അൻവറിൽ തട്ടി ഉടക്കി അൻവറിന്റെ ചർച്ചകളാണ് ഇങ്ങനെ കഴിഞ്ഞ 4-5 ദിവസമായിട്ടും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ UDFിനുള്ളിൽ നേതാക്കളെല്ലാം അന്യോന്യം അങ്ങനെ ചർച്ചകളും കാര്യങ്ങളും അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങളും അതിനുള്ള നേതാക്കളുടെ മറുപടിയും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു വശത്തൂടെ പോകുമ്പോൾ മറുവശത്ത് ഷൗക്കത്ത് നല്ല പ്രചരണമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഇന്നാണ്. ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടായ ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. UDFിന്റെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുള്ള AK ആന്റണി സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല ഇന്ന് പുതുപ്പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. PV അൻവർ മത്സര രംഗത്തുണ്ടാകുമോ എന്നതിലും ഇന്നൊരു തീരുമാനമുണ്ടാകും. NDA സ്ഥാനാർത്ഥിയായി BDJS മത്സരിക്കുമോ എന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇന്ന് എന്താണ് നിലമ്പൂരിൽ നടക്കാനുള്ളത്? ഇതുവരെയുള്ള നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മഹേഷ് ചന്ദ്രൻ ചേരുന്നു നിലമ്പൂരിൽ നിന്നും തത്സമയം. മഹേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം തൃണമൂലിന്റെ യോഗമുണ്ട്. PV അൻവർ തൃണമൂൽ ടിക്കറ്റിൽ മത്സരിക്കാൻ ഇറങ്ങുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൻവറിന്റെ ഒരു നിലപാട് മാറ്റമാണോ? അങ്ങനെ അൻവറിന്റെ കാര്യത്തിൽ ഇന്ന് അവസാനമായിട്ടൊരു തീരുമാനം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ഒപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നേതൃയോഗം ഇന്ന് ഇടതുമുന്നണിയുടെ നേതൃയോഗം ഇന്നുണ്ട്. സ്ഥാനാർത്ഥി ആര്? ഒരു പൊതു സ്വതന്ത്രനായിരിക്കുമോ അതോ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരാൾ മത്സരിക്കാൻ ഇറങ്ങുമോ എന്ന കാര്യത്തിലും ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഇതുവരെ എങ്ങനെയാണ് നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? എന്തൊക്കെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം? സേതു, നിലമ്പൂരിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ ഒരു ദിവസമായിട്ട് ഈ ദിവസം അടയാളപ്പെടുത്തേണ്ടി വരും. കാരണം ഇക്കാര്യത്തിൽ PV അൻവർ രാജിവെച്ചത് CPMലെ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, സർക്കാർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് എങ്കിലും അദ്ദേഹം അത് അവസാനം മുഖ്യമന്ത്രിക്കെതിരായ ഒരു പണപ്പുറപ്പാടായിട്ട് പ്രഖ്യാപിക്കുകയും പിന്നീട് MLA സ്ഥാനം രാജിവെക്കുകയും ചിത്രമെന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതും. ഈ ബൈ ഇലക്ഷനിൽ PV അൻവറുമായി ചേർന്ന് ഉള്ള ഒരു മത്സരം അതുതന്നെയായിരുന്നു UDF ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തന്നോട് ആലോചിച്ചില്ല, താൻ ആഗ്രഹിച്ചതുപോലെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നതിൽ രോഷാകുലനായിട്ട് ആണ് PV അൻവർ പിന്നീടുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. അതിൽ പ്രധാനമായിട്ടും AICC അംഗീകരിച്ചുകൊണ്ട്, ഹൈക്കമാൻഡ് അംഗീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്തെ പ്രഖ്യാപിച്ച പിന്നാലെ ആര്യാടൻ ഷൗക്കത്തിന് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് PV അൻവർ നടത്തിയത്. ഈ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്താൽ മാത്രമേ UDFനൊപ്പം PV അൻവർ സഹകരിപ്പിക്കൂ എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന് അടക്കമുള്ള നേതാക്കൾ എത്തി. സണ്ണി ജോസഫ് അതേ നിലപാട് സ്വീകരിച്ചു. KPCC പ്രസിഡന്റ് UDF കൺവീനർ അടൂർ പ്രകാശമാകട്ടെ തിരുത്തിയാൽ PV അൻവറിനെ കൂടെ കൂട്ടുന്ന കുഴപ്പമില്ല, പക്ഷേ തിരുത്തേണ്ടി വരും അൻവർ എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയും സുധാകരൻ അടക്കമുള്ള മുൻ നേതാക്കളൊക്കെ തന്നെയും PV അൻവറിനെ കൂടെ കൂട്ടാനും ലഭ്യമായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടു. അവർ പലതവണ സംസാരിച്ചു. എന്നിട്ടും അനുനയ നീക്കങ്ങളിൽ അൻവർ വഴങ്ങിയില്ല. ഇന്ന് ഡെഡ് ലൈനാണ്. അൻവറിന് ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് UDF നേതൃത്വം. അതായത് ഇന്ന് 7 മണിക്ക് UDFന്റെ നേതൃയോഗം അത് ചേരാൻ പോകുന്നു. ഓൺലൈനിലായിരിക്കും യോഗം ചേരുക. അതിനു മുമ്പ് എന്താണ് നിലപാട് എന്നുള്ളത് കൃത്യമായിട്ട് PV അൻവർ വ്യക്തമാക്കണം. UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം. ഇനി ചർച്ചകളില്ല എന്നവർ പറഞ്ഞിരിക്കുകയാണ്. PV അൻവർ ആവട്ടെ താൻ മത്സരരംഗത്തേക്ക് പോകുമെന്ന തരത്തിലുള്ള സൂചനകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇന്നലെ രാത്രി നടത്തിയ പ്രതികരണത്തിലും അദ്ദേഹം VD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ സതീശൻ അൻവർ എന്ന പോരിനൊക്കെ അപ്പുറത്തേക്ക് അത് UDF അൻവർ ഇക്കാര്യത്തിൽ അൻവർ വഴങ്ങിയാൽ മാത്രം മഹേഷ്. കാരണം ഇന്നലെ വരെ എങ്ങനെയായിരുന്നു ഈ PV അൻവർ നടത്തുന്ന പ്രസ്താവനകളേക്ക് ഒരു മയപ്പെട്ട രീതിയിലായിരുന്നു ഒരു വിഭാഗം നേതാക്കൾ അതിനോട് മറുപടി പറഞ്ഞിരുന്നത്. ഇപ്പോൾ VD സതീശനും അടൂർ പ്രകാശും എടുത്തിരുന്ന ഒരു നിലപാടായിരുന്നില്ല K സുധാകരനും രമേശ് ചെന്നിത്തലയും ഒപ്പം K മുരളീധരനും അടക്കമുള്ള നേതാക്കൾ എടുത്തിരുന്നത്. ലീഗ് അടക്കമുള്ള പാർട്ടികൾ എടുത്തിരുന്നത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇന്നലെ കൂടി എത്തിയപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി മാറുന്നതാണ് നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയുന്നത് PV അൻവർ നിർത്തണമെന്ന ഒരു അന്ത്യശാസനം കണക്കെ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ PV അൻവർ ഇന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും വിലപേശൽ വേണ്ട എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ UDF നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ PV അൻവർ UDF സ്ഥാനാർത്ഥി ആര്യശബ്ദത്തിനെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ അരമണിക്കൂറിനും അദ്ദേഹത്തിനെ UDFന്റെ അസോസിയേറ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ കഴിയും.
എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ UDF അംഗത്വം എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പം നൽകാൻ കഴിയുന്നതല്ല എന്ന് അവർ കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ PV അൻവർ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ PV അൻവർ അനുനയത്തിൽ തയ്യാറാവുന്നില്ല എങ്കിൽ PV അൻവർ തന്നെ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാതിരിക്കാനാവില്ല. അത്തരത്തിലെ കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ അനുനയ ചർച്ചകളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നു. PV അൻവർ ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ പങ്കെടുക്കും. ആ നേതൃയോഗം കഴിഞ്ഞ ശേഷം അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കും. ഇതുവരെയുള്ള സാഹചര്യം അനുസരിച്ച് അദ്ദേഹം അനുനയത്തിന് വഴങ്ങിയിട്ടില്ല. അദ്ദേഹം തന്റെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു. തന്നെ ഇല്ലാതാക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് UDF നേതാക്കൾ കൂടി ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലേക്ക് അദ്ദേഹം അക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഉൾപ്പെടുത്തിയ ശേഷമാണെങ്കിൽ ഏത് വഴിയെ താൻ പിന്തുണയ്ക്കാം എന്ന് വെച്ചാൽ ആരുടെ ശക്തി പിന്തുണയ്ക്കുന്നതിന് മുമ്പ് തന്നെ UDF ഉൾപ്പെടുത്തണം, തന്റെ പാർട്ടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. എന്തായാലും ഇന്ന് അവസാനം ഉണ്ടാവും. ഇനി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാരണം UDFന്റെ കൺവെൻഷൻ തന്നെ മാറ്റിവെച്ചിരുന്നു. അത് നേരത്തെ ശനിയാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഡെഡ് ലൈൻ നൽകാൻ, അന്ത്യശാസ്ത്രം നൽകാൻ, അന്തിമ തീരുമാനമെടുക്കാൻ അത് ഇന്ന് 7 മണി വരെ മാത്രമേ അൻവർ മുമ്പിൽ സമയമുള്ളൂ. അതിനു മുമ്പ് അൻവർ കാര്യങ്ങൾ വ്യക്തമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ UDF സ്ഥാനത്ത് പിന്തുണച്ചാൽ അൻവറും ഉണ്ടാകും UDFനൊപ്പം. ഇല്ലെങ്കിൽ അൻവർ ഇല്ലാതെ UDF മുന്നോട്ട് പോകും. ശരി മഹേഷ്. അപ്പോൾ നിലമ്പൂരിലെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ, കാരണം നിലമ്പൂര് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം നിലമ്പൂർ ഇന്ന് പല കാര്യങ്ങളിലും ഒരു തീരുമാനമാകുന്ന ഒരു ദിവസമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇന്ന് പല മുന്നണികൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമഗ്രമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ മഹേഷ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നല്ല, നിലമ്പൂരിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞ് ശീലമായി പോയി. നിലമ്പൂരാണ് ഇപ്പോൾ മഹേഷ് ചന്ദ്രൻ.